ജോൺ സീന ഇനിയുള്ള സമയം കൊണ്ട് IC ചാമ്പ്യൻഷിപ്പ് വിൻ ചെയ്യാൻ ചാൻസ് ഉണ്ടോ? അതുപോലെ ജോൺ സീന, ലോഗൻ പോൾ ഇവർക്ക് മാച്ച് വെച്ചതിന് ശേഷം ഫാൻസ് ഭയങ്കരമായും എതിർക്കുന്നുണ്ട്. അത് എന്തുകൊണ്ടാണെന്ന് പറയാം. അതുപോലെ നമ്മൾ കാത്തിരുന്ന റോമൻ റെയിൻസ് റോക്ക് റെസൽമേനിയ മാച്ച് സൗദിയിൽ വന്നേക്കാം എന്ന് ഇപ്പോൾ റൂമർ വരുന്നുണ്ട്. അത് എന്തുകൊണ്ടാണെന്നും പറയാം. അതുപോലെ ജോൺ സീനയുടെ ലാസ്റ്റ് റിട്ടയർമെന്റ് മാച്ച് മറ്റൊരു ടൈപ്പിൽ കൊണ്ടുപോകാം എന്നും പറഞ്ഞ് ന്യൂസ് വരുന്നുണ്ട്. അതിനെ പറ്റിയും പറയാം. സർവൈവർ സീരീസ് വാർ ഗെയിമിന്റെ ഒരു ചെറിയ അപ്ഡേറ്റും പറയാം. ഇതെല്ലാം നോക്കുന്നതിനേക്കാൾ മുൻപായിട്ട് WWE ഫ്രാൻസിൽ നടത്താൻ പോകുന്ന ക്ലാഷ് ഇൻ പാരീസിന്റെ ടൈം പറയാം. അതായത് ക്ലാഷ് ഇൻ പാരീസ് എപ്പോഴത്തെയും പോലെ രാവിലെയൊന്നും കാണാൻ സാധിക്കില്ല. ഫ്രാൻസിലായതുകൊണ്ട് ഓഗസ്റ്റ് 31 രാത്രി 11:30 നമ്മൾക്ക് ലൈവായിട്ട് കാണാൻ സാധിക്കുക. അപ്പോൾ മറക്കാതെ കാണുക, രാത്രി 11:30 മുതൽ. ഇനി സമയത്തിൽ എന്തെങ്കിലും വ്യത്യാസം വരാണെങ്കിൽ അതും ഞാൻ മറ്റൊരു വീഡിയോയിൽ പറയാം. ഇപ്പോൾ നമ്മൾക്കറിയാൻ സാധിച്ചത് രാത്രി 11:30 അതുപോലെ തന്നെ ഷോയുടെ റണ്ണിംഗ് ടൈം 2:30 മുതൽ 3 മണി വരെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഫസ്റ്റ് സർവൈവർ സീരീസ് വാർ ഗെയിമിനെ പറ്റി പറയാം. അതായത് ഇപ്രാവശ്യം നടക്കാൻ പോകുന്ന സർവൈവർ സീരീസ് വാർ ഗെയിമിൽ ജോൺ സീന, റോമൻ റെയിൻസ്, CM പങ്ക്, കോഡി റോഡ്സ് ഇവരെല്ലാവരും ഫേസ് ടീമിൽ ഉണ്ടാകും എന്നാണ് പറയുന്നത്. അപ്പോൾ എതിർവശത്ത് മിക്കലും സെത്തിന്റെ ടീമും അതുപോലെ തന്നെ സോളോ സിക്കാവ ടീമൊക്കെ ജോയിന്റ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ എന്തായാലും മെയിനായിട്ടുള്ള ഇവരെല്ലാവരും സർവൈവർ സീരീസ് വാർ ഗെയിമിൽ ഉണ്ടാകും. അതുപോലെ മറ്റൊരു പ്രത്യേകത, ജോൺ സീന ഈ ഒരു ഫോർമാറ്റ് മാറ്റിയതിന് ശേഷം ആദ്യമായിട്ടാണ് മത്സരിക്കാൻ പോകുന്നത്. അതായത് സർവൈവർ സീരീസിന്റെ ടാഗ് ടീം മാച്ചിന്റെ ഫോർമാറ്റ് ഒക്കെ മാറ്റി ഇപ്പോൾ വാർ ഗെയിം ആയിട്ടാണ് നടത്തുന്നത്. അപ്പോൾ അതിൽ ജോൺ സീന ആദ്യമായിട്ടാണ് മത്സരിക്കാൻ പോകുന്നത്. അപ്പോൾ ഇപ്രാവശ്യത്തെ സർവൈവർ സീരീസ് വേറെ ലെവൽ ആകാനുള്ള ചാൻസ് ഉണ്ട്. എന്തായാലും നമുക്ക് നോക്കാം. സീന, റോമൻ റെയിൻസ്, CM പങ്ക്, കോഡി ഇവരെല്ലാം ആ ഒരു ടീമിൽ ഉണ്ടാകും. ഇങ്ങനെയാണ് നമ്മൾക്ക് അറിയാൻ സാധിക്കുന്നത്. ഇനി റോക്ക് വേഴ്സസ് റോമൻ റെയിൻസ് മാച്ചിനെ പറ്റി പറയാം. അപ്പോൾ ഈ മാച്ച് നമ്മൾ ഒരുപാട് ആഗ്രഹിക്കുന്ന മാച്ചാണ്. അതായത് റെസൽമേനിയയിൽ നല്ലൊരു സ്റ്റോറി ലൈൻ ചെയ്ത് ഇവർക്ക് മാച്ച് വരണമെന്ന്. എന്നാൽ ആ മാച്ച് എപ്പോഴത്തെയും പോലെ USA അതായത് അവരുടെ അവിടെ നടക്കണം എന്നാണ് നമ്മുടെ ആഗ്രഹം. അപ്പോഴാണ് ഫാൻസ് ഭയങ്കരമായി സപ്പോർട്ട് ചെയ്യുക. അല്ലെങ്കിൽ ആ മാച്ചിന് കറക്റ്റ് ആയിട്ടുള്ള ഒരു അർത്ഥം നമുക്ക് കിട്ടുള്ളൂ. എന്നാൽ ഈ മാച്ച് സൗദിയിൽ കൊണ്ടുവയ്ക്കാൻ ഒരു പ്ലാൻ ഉണ്ട് എന്നാണ് പറയുന്നത്. അതായത് സൗദി ടീം റെസൽമേനിയ 2027 സൗദിയിൽ നടത്താൻ പോകുന്നുണ്ട്. അപ്പോൾ ആ ഒരു റെസൽമേനിയയിൽ റോക്ക്, റോമൻ റെയിൻസ് മാച്ച് വെക്കാനായിട്ട് ഇവർ ആവശ്യപ്പെടുന്നതായിട്ട്. അതായത് ആ ഒരു റെസൽമേനിയയിൽ റോക്കിനെ എന്തായാലും കൊണ്ടുവരണമെന്ന് പറഞ്ഞുകൊണ്ട് സൗദി ടീം നിർബന്ധം പിടിക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ റോക്ക്, റോമൻ റെയിൻസ് മാച്ച് അവിടെ നടത്താനുള്ള ചാൻസ് ഉണ്ട്. അതായത് അവിടെ നടത്തി കഴിഞ്ഞാൽ ട്രിപ്പിൾ ഇരട്ടി പൈസ കിട്ടുമെന്ന് നമ്മൾക്ക് എല്ലാവർക്കും അറിയാം. WWE ആണെങ്കിൽ ഇപ്പോൾ പൈസയ്ക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത്. അതല്ലാതെ ഫാൻസിനോ കാര്യങ്ങൾക്കൊന്നും യാതൊരു പ്രാധാന്യം കൊടുക്കുന്നില്ല. അതുകൊണ്ട് ഈ മാച്ച് സൗദിയിൽ പോയി സെറ്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അവിടെ സെറ്റ് ചെയ്താൽ ഞാൻ പറഞ്ഞതുപോലെ ട്രിപ്പിൾ ഇരട്ടി പൈസ അവർക്ക് സൗദിയിൽ നിന്നും കിട്ടും. അതുകൊണ്ട് അവിടെ സെറ്റ് ചെയ്യാനാണ് ചാൻസ് ഉള്ളത്. നോക്കാം ഈ മാച്ച് അവിടേക്ക് പോകുമോ എന്ന്. അപ്പോൾ US ഓഡിയൻസിന് റെസൽമേനിയ തന്നെ കൈവിട്ട് പോയേക്കാണ് 2027. അപ്പോഴാണ് റോമൻ റെയിൻസ് റോക്ക് മാച്ച് അവിടെ കൊണ്ടുവയ്ക്കും എന്ന് പറയുന്നത്. എന്തായാലും ഈ മാച്ചും അവിടെ കൺഫേം ചെയ്യുകയാണെങ്കിൽ ആ സമയത്തും നിറയെ വിമർശനം വരും. പിന്നെ ഒരു റൂമർ മുൻപേ തന്നെ ഉള്ളത് റെസൽമേനിയ ഡബിൾ ആക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ്. അങ്ങനെയൊക്കെ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ പടുതോൽവിയായിരിക്കും. അതായത് സൗദിയിൽ ഒരു റെസൽമേനിയ, USA ഫാൻസിന് വേറൊരു റെസൽമേനിയ, അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട്. അപ്പോൾ അതുപോലെയൊന്നും ചെയ്യാതിരിക്കട്ടെ. അപ്പോൾ റോക്ക്, റോമൻ റെയിൻസ് മാച്ച് സൗദിയിൽ വരുന്നതിനെ പറ്റി നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. എൻ്റെ അഭിപ്രായത്തിൽ അത് ഒട്ടും സെറ്റല്ല. പൈസ കിട്ടും, പക്ഷേ നമ്മൾക്ക് വിചാരിച്ച തൃപ്തിയൊന്നും കിട്ടാൻ ചാൻസ് ഇല്ല. ഇനി ജോൺ സീന IC ചാമ്പ്യൻഷിപ്പ് വിൻ ചെയ്യാൻ സാധ്യതയുണ്ടോ എന്ന് നോക്കാം. പലരും വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുന്നത് ജോൺ സീന ഇതുവരേക്കും IC ചാമ്പ്യൻ ആയിട്ടില്ല, അതുകൊണ്ട് ഇപ്രാവശ്യമെങ്കിലും ചാമ്പ്യൻഷിപ്പ് കിട്ടുമോ എന്നൊക്കെയാണ്. അപ്പോൾ അതിനെപ്പറ്റി നോക്കുന്ന സമയത്ത് ജോൺ സീനയ്ക്ക് ഇനി അധികം സമയമൊന്നുമില്ല. എന്നാലും IC ചാമ്പ്യൻഷിപ്പ് വിൻ ചെയ്യാനായിട്ട് ഒരു ചെറിയ സാധ്യത കാണുന്നുണ്ട്. അതായത് ജോൺ സീന വേഴ്സസ് ഡൊമിനിക് മിസ്റ്റീരിയോ മാച്ച് WWE ചിലപ്പോൾ സെറ്റ് ചെയ്തേക്കാം എന്ന് പറയുന്നുണ്ട്. അതായത് ബ്രോക്ക് ലെസ്നർ ആയിട്ടുള്ള സ്റ്റോറി എല്ലാം കഴിഞ്ഞതിന് ശേഷം ഇത്തരത്തിൽ ഒരു മാച്ച് വന്നേക്കാം എന്ന്. അപ്പോൾ ചോദിക്കും AJ സ്റ്റൈൽസ് കൺഫേം ആയിട്ട് തോൽക്കുമോ എന്ന്. എന്നാൽ അങ്ങനെയല്ല. ആ സമയത്ത് AJ സ്റ്റൈൽസ് ചാമ്പ്യൻ ആണെങ്കിൽ AJ സ്റ്റൈൽസ്, ജോൺ സീന ഇവർക്ക് IC ചാമ്പ്യൻഷിപ്പ് വയ്ക്കാൻ ചാൻസ് ഉണ്ട്. അതായത് ഇങ്ങനെ ഒരു പ്ലാൻ മുന്നോട്ട് വെച്ചുകൊണ്ട് ജോൺ സീനയ്ക്ക് IC ചാമ്പ്യൻഷിപ്പും കൊടുത്തിട്ട് WWE റിട്ടയർ ചെയ്ത് വിടൂ എന്നാണ് പറയുന്നത്. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ AJ സ്റ്റൈൽസിൻ്റെ കൂടെ IC ചാമ്പ്യൻഷിപ്പ് വന്ന് ജോൺ സീന IC ചാമ്പ്യൻഷിപ്പ് അടിച്ചാൽ അത് വേറെ ലെവലായിരിക്കും. അപ്പോൾ AJ സ്റ്റൈൽസ് തോൽക്കുന്നതിൽ വിഷമമുണ്ടാകും. പക്ഷേ AJ സ്റ്റൈൽസ് കറക്റ്റ് ഒപ്പോണൻ്റ് ആണ് ജോൺ സീനയ്ക്ക് ഡൊമിനിക്കിനേക്കാൾ.
പക്ഷെ ഡൊമിനിക്കിന്റെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് WWE അങ്ങനെയും ചെയ്യുമോ എന്നറിയില്ല. എന്തായാലും ജോൺ സീനയ്ക്ക് IC ചാമ്പ്യൻഷിപ്പ് വിൻ ചെയ്യാനായിട്ട് ഇങ്ങനെ ഒരു സാധ്യതയുണ്ട്. AJ സ്റ്റൈൽസ് അല്ലെങ്കിൽ ഡൊമിനിക് ഇവരുടെ കൂടെ മാച്ച് ചെയ്തുകൊണ്ട്. അപ്പൊ നമുക്ക് നോക്കാം അങ്ങനെ സംഭവിക്കുമോ എന്ന്. ഇതിനെപ്പറ്റി എൻ്റെ അഭിപ്രായം WWE ഇങ്ങനെ ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. കാരണം സീനയ്ക്ക് ആ ഒരു ചാമ്പ്യൻഷിപ്പ് മാത്രമാണ് ഇതുവരേക്കും കിട്ടാത്തത്. അപ്പോൾ അതും കൂടി കൊടുത്തിട്ട് WWE റിട്ടയർ ചെയ്യിപ്പിക്കുക എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എന്തായാലും നോക്കാം. ഇനി ജോൺ സീന ലോഗൻ പോൾ ഇവർക്ക് മാച്ച് വന്നതിന് ശേഷം ഫാൻസ് ഭയങ്കരമായും എതിർക്കുന്നുണ്ട്. അതായത് ക്ലാഷ് ഇൻ പാരീസിൽ ഇവർക്ക് മാച്ച് ഉണ്ട്, സിംഗിൾസ് മാച്ച്. അപ്പോൾ ഇത് കൺഫേം ചെയ്ത സമയത്താണ് ഫാൻസ് എതിർക്കുന്നത്. അതായത് ഫാൻസ് മിസ് വന്നുകൊണ്ട് ജോൺ സീനയെ അറ്റാക്ക് ചെയ്യും. അതായത് നമ്മൾക്കറിയാം മിസ് ജോൺ സീന ഇവർക്ക് പല ടൈം മാച്ച് നടന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സെഗ്മെന്റ് സ്റ്റോറിയൊക്കെ വേറെ ലെവലാണ്. അതിൽ ആര് ജയിക്കും തോൽക്കും എന്നല്ല, മിസ് ജോൺ സീനയുമായിട്ട് സെഗ്മെന്റിൽ പൂന്തു വിളയാടും. അത് പഴയ സ്റ്റോറി ലൈൻസ് ഒക്കെ കണ്ടാൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ അങ്ങനെയുള്ള മിസ്സിൻ്റെ കൂടെ മാച്ച് കൊടുക്കണം എന്നാണ് ഫാൻസും പറയുന്നത്. അപ്പോൾ എൻ്റെയും ആഗ്രഹം അങ്ങനെ തന്നെയായിരുന്നു. അതുപോലെ തന്നെ AJ സ്റ്റൈൽസിനെയും ഫാൻസ് അതിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. അതായത് AJ സ്റ്റൈൽസ് അല്ലെങ്കിൽ മിസ് ഇവരുടെ കൂടെ ജോൺ സീനയ്ക്ക് ക്ലാഷ് ഇൻ പാരീസിൽ മാച്ച് കൊടുക്കണമായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ നമ്മൾക്കറിയാം WWE ഈ ഒരു ലോഗൻ പോൾ വേഴ്സസ് ജോൺ സീന മാച്ച് റെസ്റ്റൽമേനിയയിലൊക്കെ സെറ്റ് ചെയ്യാൻ പോയതാണ്. ഒരുപാട് എതിർപ്പൊക്കെ വന്നതുകൊണ്ട് അവിടെ നിന്നും മാറ്റി നൈസായിട്ട് ക്ലാഷ് ഇൻ പാരീസിൽ കൊണ്ടുവച്ചേക്കാണ്. അപ്പോൾ ഈ മാച്ച് മോശമാകും അല്ലെങ്കിൽ ഈ സ്റ്റോറി ലൈൻ മോശമാകും എന്നൊന്നും ഞാൻ പറയുന്നില്ല. എന്നാലും മിസ് AJ സ്റ്റൈൽസ് ജോൺ സീനയുടെ കൂടെ സ്റ്റോറി മാച്ച് ചെയ്യുന്ന ആ ഒരു തൃപ്തിയൊന്നും നമ്മൾക്ക് കിട്ടാൻ ചാൻസ് കുറവാണ്. അപ്പോൾ ഞാൻ യോജിക്കുന്നത് ഫാൻസിൻ്റെ അഭിപ്രായത്തിനോടാണ്. അതായത് മിസ്സുമായിട്ടൊക്കെ മാച്ച് വെച്ച് കഴിഞ്ഞാൽ ആ 2-3 സ്മാക്ക് ഡൗൺ എപ്പിസോഡിൽ തന്നെ വേറെ ലെവൽ സെഗ്മെന്റ് കാര്യങ്ങളൊക്കെ നമ്മൾക്ക് കിട്ടിയേനെ. ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. എന്തായാലും ഈ മാച്ചിനെ ഫാൻസ് ഭയങ്കരമായും എതിർക്കുന്നുണ്ട്. ഇനി ബ്രോക്ക് ലെസ്നറിന്റെ റിട്ടേണിനെ പറ്റി പറഞ്ഞുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കാം. അതായത് ബ്രോക്ക് ലെസ്നർ സമ്മർ സ്ലാമിൽ വന്നുകൊണ്ട് ജോൺ സീനയെ അറ്റാക്ക് ചെയ്തു. ഇനി എപ്പോഴാണ് വരാ എന്ന് ചോദിച്ചാൽ ബ്രോക്ക് ലെസ്നർ എപ്പോഴത്തെയും പോലെ കുറച്ച് ഗ്യാപ്പ് ഇട്ടാണ് വരാൻ പോകുന്നത്. അതായത് വീക്ക്ലി ഷോയിൽ അധികം വരില്ല എന്നാണ് പറയുന്നത്. അത് പ്രകാരം നോക്കുമ്പോൾ ക്ലാഷ് ഇൻ പാരീസിലാണ് ബ്രോക്ക് ലെസ്നർ വരാൻ ചാൻസ് ഉള്ളത്. അതായത് ലോഗൻ പോൾ ജോൺ സീന ഇവർക്ക് നടക്കുന്ന മാച്ചിന്റെ അവസാനം സീന വിൻ ചെയ്തതിന് ശേഷമോ അല്ലെങ്കിൽ WWE വല്ല കുത്തിത്തിരിപ്പും കഴിഞ്ഞതിന് ശേഷമോ ബ്രോക്ക് ലെസ്നർ വന്നുകൊണ്ട് സമ്മർ സ്ലാമിൽ എന്താണ് ചെയ്തത് അത് തന്നെ ആവർത്തിക്കും. അതായത് ജോൺ സീനയെ FIR ചെയ്ത് അറ്റാക്ക് ചെയ്ത് അവിടെ നിന്നും പോകും. അതിനുശേഷം ഇവരുടെ മാച്ച് കൺഫേം ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അതൊക്കെ കഴിഞ്ഞിട്ടായിരിക്കാം IC ചാമ്പ്യൻഷിപ്പ് ലെവലിലേക്ക് പോവുക. പിന്നെ ജോൺ സീനയുടെ റിട്ടയർമെന്റ് മാച്ച് ആരുടെ കൂടെ നടക്കും എന്നുള്ളതിനെ പറ്റിയും പറയാം. ഗോൾബർഗിന് റിട്ടയർമെന്റ് മാച്ച് കൊടുത്ത ഗന്ധറിന്റെ കൂടെ തന്നെയാണ് ജോൺ സീനയ്ക്ക് റിട്ടയർമെന്റ് മാച്ച് കിട്ടുക എന്നാണ് പറയുന്നത്. അതായത് ഗന്ധറിനെ ഇങ്ങനൊരു ഫോർമാറ്റിലേക്ക് WWEക്ക് മാറ്റാൻ താല്പര്യമുണ്ട് എന്ന ടൈപ്പിൽ ഗോൾബർഗിനെയും അതിനുശേഷം ജോൺ സീനയെയും റിട്ടയർ ചെയ്തത് ഗന്ധറാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് WWE കാണിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ എല്ലാവരും പ്രതീക്ഷിച്ചത് റോക്കുമായിട്ടുള്ള മാച്ചാണ്. റോക്ക് ജോൺ സീന ഫൈനൽ മാച്ച്. പിന്നെ ജോൺ സീന IC ചാമ്പ്യൻഷിപ്പ് വിൻ ചെയ്യും. അങ്ങനെ ഒരു പ്ലാൻ ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ അത് നടക്കണമെങ്കിൽ ഇത്തിരി ബുദ്ധിമുട്ടാണ്. അതായത് ജോൺ സീനയ്ക്ക് ഇനി 10 അപ്പിയറൻസ് ആണ് ഉള്ളത്. അതിൽ സർവൈവർ സീരീസിൽ വരുമ്പോൾ ഒരു 3 അപ്പിയറൻസ് ഒക്കെ പോകും. അതുപോലെ ബ്രോക്ക് ലെസ്നറുമായിട്ടുള്ള മാച്ചിനും വരുന്ന സമയത്തും 2-3 അപ്പിയറൻസ് ഒക്കെ പോകും. പിന്നെ ബാക്കി വരുന്നതെല്ലാം വെച്ചുകൊണ്ട് ഫൈനൽ മാച്ചിന് സ്റ്റോറി ലൈൻ ചെയ്യേണ്ടി വരും. അപ്പം അതിൻ്റെ ഇടയ്ക്കെങ്ങാനും IC ചാമ്പ്യൻഷിപ്പ് കൊടുത്താൽ നന്നായിരിക്കും. അതായത് അത് മാത്രം സീനയ്ക്ക് കിട്ടാത്തത് കൊണ്ട്. പക്ഷെ ചാൻസ് കുറവാണ് റിട്ടയർമെന്റ് ടൂർ നോക്കുന്ന സമയത്ത്. അതും കൂടി കൊടുത്തു വിടുകയാണെങ്കിൽ നന്നായിരിക്കും. പിന്നെ ഫൈനൽ മാച്ച് എപ്പോഴാണ് വരാ എന്ന് വെച്ചാൽ ഡിസംബർ മാസത്തിലാണ്. അതായത് സാറ്റർഡേ നൈറ്റ് മെയിൻ ഇവന്റിൽ. അപ്പോൾ റൂമറിൽ പറഞ്ഞതുപോലെ ഗന്ധറിന്റെ കൂടെ തന്നെയാണ് ഫൈനൽ മാച്ചിൽ വരാൻ പോകുന്നത്. വീഡിയോനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക. മാക്സിമം ലൈക്ക് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.